ഇന്ത്യൻ സൈന്യത്തിലെ അഗ്നിപഥ് പദ്ധതി വഴി നേപ്പാളി യുവാക്കളെ അഗ്നിവീറായി റിക്രൂട്ട് ചെയ്യുന്നത് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നേപ്പാളിൽ പ്രകടനം. നേപ്പാളിലെ പ്രമുഖ വിനോദസഞ്ചാര നഗരമായ പൊഖ്രയിൽ മുൻ ഗോർഖ സൈനികരും അവരുടെ കുടുംബാംഗങ്ങളും ആയിരക്കണക്കിന് യുവാക്കളും തെരുവിലിറങ്ങിയാണ് നേപ്പാൾ സർക്കാരിനെതിരെ പ്രകടന റാലി സംഘടിപ്പിച്ചത്. 50 ഡിഗ്രി സെൽഷ്യസ് കൊടും ചൂടിൽ ഗൾഫ് രാജ്യങ്ങളിൽ കുറഞ്ഞ ശമ്പളത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ 100 മടങ്ങ് സുരക്ഷിതത്വവും മാന്യവുമാണ് ഇന്ത്യൻ സൈന്യത്തിലെ സേവനമെന്നാണ് പ്രക്ഷോഭകർ വ്യക്തമാക്കിയത്. ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ധീരജ് സേത്ത് ഓഗസ്റ്റ് 16 മുതൽ നടത്തുന്ന നേപ്പാൾ സന്ദർശനത്തിന് തൊട്ടുമുമ്പാണ് പൊഖ്രയിൽ പ്രകടനം രൂക്ഷമായത്. ഇന്ത്യൻ എക്സ് സർവീസ്മെൻ ഗോർഖ ബ്രിഗേഡ് നേപ്പാൾ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് പൊഖ്ര സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച റാലി ജില്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലെത്തി ചീഫ് ഡിസ്ട്രിക്ട് ഓഫീസർക്ക് നിവേദനം സമർപ്പിച്ചത്. തൊഴിലവസരങ്ങൾ പരിമിതമായ നേപ്പാളിൽ ഇന്ത്യൻ സൈന്യത്തിൽ ചേരുക എന്നത് ആയിരക്കണക്കിന് യുവാക്കളുടെ പ്രധാന പ്രതീക്ഷയാണെന്നും അത് തടയരുതെന്നും ഇവർ കാഠ്മണ്ഡുവിലെ ബലേന്ദ്ര ഷാ സർക്കാരിനോട് ആവശ്യപ്പെട്ടു.